ഫ്രണ്ട്ഷിപ്പ് ആയി ഇരിക്കുക, അവര് തമ്മിൽ അങ്ങോട്ട് അവിടെ ഒരു ഒറ്റ കോമ്പോ വന്നു ഈ പ്രാവശ്യം. വിനീത് ശ്രീനിവാസൻ ധ്യാനം ഒരുമിച്ച് വന്നു. ഹൃദയം പോലുള്ള പടമൊക്കെ ആവുമ്പോ അത് കാലഘട്ടത്തിന് ഡിഫറൻസ് കാണിക്കുമ്പോൾ അതിൽ കുറച്ച് ക്രിഞ്ചൊക്കെ വരും അല്ലെ. വിനീതിന്റെ സിനിമകൾക്ക് ആഗ്രഹിച്ച ഒരു ക്ലൈമാക്സ് കിട്ടാറില്ല. കുഞ്ഞുരാമായണം ഞാൻ കണ്ടില്ല, അവനൊക്കെ ശരിക്കും തകർത്തെടിക്കാൻ തന്നെ. ഇപ്പം നമ്മള് കൂട്ടുകാരെല്ലാം അംഗീകരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും, അതുപോലെയുള്ള കൂട്ടുകാരന്മാര് കൂടുമ്പോ വിളിക്കുന്ന കാര്യങ്ങൾ പുറത്തുനിന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അവരുടെ കരുതിയ പോരെ. ഞാൻ പറഞ്ഞ നടൻ എന്ന നിലയിൽ വരെ പ്രൂവ് ചെയ്യാത്ത ഒരു ആക്ടറാണ്. കുറെ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതില് വർഷങ്ങൾക്ക് ശേഷം ട്രെയിലർ കാണുമ്പോ ധ്യാന്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാ നോക്കിയാണ്? ധ്യാൻ ടാലന്റ് ഇല്ലാത്ത ആക്ടർ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം തിരക്കകത്തൊക്കെ പുള്ളി നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട് വിനീത് ശ്രീനിവാസൻ. അപ്പൊ പുള്ളി തന്നെയാണ് ഇപ്പൊ പിന്നെയും എടുക്കുന്നത്. അപ്പൊ അവര് ചേട്ടനനിയൻ അറിയാമല്ലോ, പുള്ളിയുടെ ഒരു പരിപാടി അറിയാം. ഇപ്പം നമ്മുടെ ഒരു വടക്കൻ സെൽഫിക്കകത്തൊക്കെ ധ്യാന്റെ ആ ഒരു ക്യാരക്ടറാണ് കൊണ്ടുവന്ന് നിവിന് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ധ്യാനെ നല്ലപോലെ അറിയാവുന്ന വ്യക്തിയാണ്, സ്വന്തം ചേട്ടനല്ലേ. അപ്പം പുള്ളിയുടെ കാലിബർ അനുസരിച്ച് യൂസ് ചെയ്യുമായിരിക്കും. അതിനെ സംബന്ധിച്ച് അവന് വേണ്ടിയിട്ട് അവന് ചേട്ടൻ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടത്തി റെഡിയാക്കി വെച്ചത്. പക്ഷെ പുള്ളിക്ക് റോൾ കിട്ടായി പോയത് പുള്ളിനെക്കാളും പ്രതിഭ ഉണ്ടെന്നൊക്കെ. പക്ഷെ ധ്യാനെ സംബന്ധിച്ച് ധ്യാൻ നല്ലൊരു ആക്ടർ തന്നെയാണ് കേട്ടോ. മീൻസാണ് ആ കുഞ്ഞുരാമായണം ഞാൻ കണ്ടില്ല, അവനൊക്കെ ശരിക്കും തകർത്തെടിക്കാൻ തന്നെ. കുഞ്ഞുരാമായണം ഇപ്പോഴും ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണ്. പുള്ളി ഡയറക്ടേഴ്സ് ആക്ടറാണ്, നല്ല ഡയറക്ടർമാരുടെ കിട്ടിയ നന്നായിട്ട് യൂസ് ചെയ്യാവുന്ന. പിന്നെ ഒരു കുൽസിത പ്രവൃത്തികളും അതുപോലെ തന്നെ എന്താ പറയണേ, ഈ നാടൻ ലെവലിലുള്ള കോമഡിയൻസ് ഏറ്റവും പറ്റിയ ആളെ ധ്യാൻ. അതിപ്പോ പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്യും. പുള്ളിയുടെ കുറെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് ചെയ്യുന്ന. നല്ല ഡയറക്ടർമാർ യൂസ് ചെയ്യണം. അതുപോലെ നമ്മുടെ ആ ഹോസ്റ്റലിലുള്ള സിനിമയല്ലേ, പ്രേതത്തിന്റെ ഒരു അതെന്താ മൂവി, അടിപൊളി സിനിമയല്ലേ. ധ്യാൻ എന്ന് വെച്ചാൽ വേറെ ലെവലല്ലേ ചെയ്ത് വെച്ചാണ് ഇതിനകത്ത്. ഈ ഇന്റർവ്യൂല് ഇപ്പൊ കൊറേ ഇന്റർവ്യൂ തന്നെ ഉണ്ട്, അതൊക്കെ കാണണ്ട. ഇപ്പം വർഷങ്ങൾക്ക് ശേഷത്തിന്റെ 5 ഇന്റർവ്യൂ 5 കണ്ടിരുന്നു. ഫ്രണ്ട്ഷിപ്പ് ആയി ഇരിക്കുക, അവര് തമ്മിൽ അങ്ങോട്ട് അവിടെ ഒരു ഒറ്റ കോമ്പോ വന്നു ഈ പ്രാവശ്യം. വിനീത് ശ്രീനിവാസൻ ധ്യാനം ഒരുമിച്ച് വന്നു. ധ്യാൻ ശ്രീനിവാസനും ബേസിലും തമ്മിലുള്ള കുറെ സാധനങ്ങളുണ്ട്. കൗണ്ടറടി അത് തിരിച്ചിടപാടിയിരുന്ന സാധനങ്ങളാണ്. അത് നമ്മൾ സിനിമയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അവരുടെ കോമ്പോ വരുമ്പോ. ശരിക്കും ആ ധ്യാനെ വെച്ച് ഒത്തിരി ഓൺലൈൻ മീഡിയാസ് ഓടുന്നുണ്ട് ശരിക്കും പറഞ്ഞല്ലേ. എന്ത് ഇന്റർവ്യൂ കിങ് ആണല്ലോ. ആ ഒരു ഇന്റർവ്യൂല് ധ്യാനിന് കുറച്ച് കമന്റ്സ് ഒക്കെ നെഗറ്റീവ് ആയിട്ട് വന്നായിരുന്നു, ഈ ബേസിലിനായിട്ടുള്ള കളിയാക്കലും അങ്ങനെയൊക്കെ. നമ്മള് കൂട്ടുകാരെല്ലാം അംഗീകരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും, അതുപോലെയുള്ള കൂട്ടുകാരന്മാര് കൂടുമ്പോ വിളിക്കുന്ന കാര്യങ്ങൾ പുറത്തുനിന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അവരുടെ കരുതിയ പോരെ. കാരണം അവരുടെയൊക്കെ നോർമൽ വൈബിലുള്ള മൈൻഡിലുള്ള ആൾക്കാർ നോർമലി അവരെ ഇന്റർവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാതെ നാച്ചുറൽ ആയിട്ട് സംസാരിക്കുന്നതല്ല ഈ സാധാരണ പറയുന്നവർക്ക്. ഫേസ്ബുക്ക് തുറന്നിട്ട് 2 വാചകം എഴുതി പോകുന്ന കുറെ ആൾക്കാരുണ്ട്, ആശാന്മാര്. അവർക്ക് അവരെ കുറിച്ചൊക്കെ നെഗറ്റീവ് പറയാം. നമ്മളെ സംബന്ധിച്ച് നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. എനിക്ക് നെഗറ്റീവ് ഒന്നുമില്ല. കാരണം നമ്മളിപ്പോ ഓൺലൈൻ മീഡിയ ഫേസ്ബുക്ക് തുറന്ന് നമ്മൾ നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയാനുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതുപോലത്തെ ഒരു ഇന്റർവ്യൂ കണ്ട് നമ്മൾ ആസ്വദിക്കണം. അല്ലാതെ ഇത് കയറി കഴിഞ്ഞാൽ സന്തോഷിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ. നമുക്ക് പറ്റിയൊരു വൈബ് യങ്സ്റ്റേഴ്സ് ആരായാലും എന്തായാലും കണ്ട കുറ്റം പറയൂല. പിന്നെ കുറച്ച് ഫേസ്ബുക്ക് അമ്മാവന്മാരെയാണ്, അവര് പറഞ്ഞോട്ടെ. പിന്നെ ഇതിന്റെ അകത്ത് കുറെ പേരുണ്ട്. അപ്പൊ അതിന്റെ ഒരു എങ്ങനെ വരുമെന്നാണ് ഈ സിനിമ. നിവിന്റെ ഒരു തിരിച്ചുവരവ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കോമഡി റോളിലോട്ട്. പിന്നെ നമ്മുടെ ഈ ധ്യാൻ ശ്രീനിവാസൻ, ബേസിൽ, നിവിൻ, അജു ഇവരുടെ എല്ലാം ഒരു കോംബോ വരുമ്പം ഇവരെല്ലാം ഒരേ ഒരു ഗ്രൂപ്പാണ്. അപ്പം അവരുടെ എല്ലാവരും കൂടെ കെമിസ്ട്രി വർക്കൗട്ട് ആവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് അവർ തന്നു കഴിഞ്ഞാൽ പടം അടിപൊളിയായിരിക്കും. പിന്നെ വിനീത് ശ്രീനിവാസൻ എന്നുള്ള റൈറ്റർ ഓരോരുത്തരെയും മനസ്സിൽ കണ്ട് അവർക്ക് വേണ്ട ഡയലോഗ്സ് എഴുതി വെച്ചേക്കുന്നത്. അപ്പം ആപ്റ്റായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഒരു പ്രതീക്ഷ. പിന്നെ ഈ പുള്ളിയുടെ പടം, വിനീതിന്റെ പടം കുറച്ച് ക്രിഞ്ചാണെന്ന് പറയാറുണ്ട്. തിയേറ്ററിൽ അപ്പ ഹിറ്റ് ആവും, പിന്നെ കാണുമ്പോ ആൾക്കാർക്ക് ഒരു ഇത്. ഹൃദയം പോലുള്ള പടമൊക്കെ ആവുമ്പോ അത് കാലഘട്ടത്തിന് ഡിഫറൻസ് കാണിക്കുമ്പോൾ അതിൽ കുറച്ച് ക്രിഞ്ചൊക്കെ വരും. ഹൃദയത്തിന് മാത്രമല്ല പുള്ളിയുടെ ബാക്കി സിനിമകൾക്കും അങ്ങനെ. എല്ലാ പടങ്ങളും കീറി മുറിച്ചൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും ക്രിഞ്ച് ഉണ്ടാവും. അത് സിനിമയല്ലേ, അങ്ങനെ പറ്റുള്ളൂ. കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ട് നമുക്ക് എടുത്തു വെക്കാൻ പറ്റത്തില്ല. സിനിമകൾക്ക് ഓരോരുത്തർക്കും ഓരോ മൈൻഡ് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലെ. വിനീതിന്റെ സിനിമകൾക്ക് ആഗ്രഹിച്ച ഒരു ക്ലൈമാക്സ് കിട്ടാറില്ല, അതൊരു പ്രോബ്ലം ആയിട്ട്. പക്ഷെ അത് പുള്ളിയുടെ നരേഷനിൽ അങ്ങനെ ഉള്ളതാണ്, അങ്ങനെയാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഓരോ സിനിമകൾക്കും നമ്മളിപ്പോ എന്താ പറയുക, പല സിനിമകൾക്കും ഹൃദയം ഏതൊക്കെ മൂവിക്ക് ഉണ്ട് പുള്ളിയുടെ എടുത്തു നോക്കി എല്ലാ സിനിമകൾക്കും ഹൃദയം തീരാ തട്ടത്തിമറയത്ത് എല്ലാത്തിന്റെ എൻഡിങ് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അതെ, ഒന്നും തോന്നിയത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വേറെ നന്നായിരുന്നു, അതിപ്പോ ഏത് സിനിമ ആണെന്ന് തോന്നൂട്ടോ, ഞാനങ്ങനെ പറഞ്ഞെന്നുള്ളൂ. നമ്മളങ്ങനെ തോന്നുന്നു. അത് ഇപ്പം പലർക്കും പല മൈൻഡല്ലേ. എത്ര രീതിയിലുള്ള മാറ്റങ്ങൾ പറ്റാന്ന് കാര്യമായിട്ട് ചോദിക്കലേ എല്ലാവരും പറയാം.